ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പച്ചത്തക്കാളി കറി വെച്ചാൽ നല്ല ഫ്രഷ് പച്ചത്തക്കാളി ഇട്ടിട്ടുണ്ട്. ഞാനിത് 4 പച്ചത്തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഒരു 7-8 ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി. പിന്നെന്താ എടുത്തറിയാമോ, പച്ചമുളക് 4-5 പച്ചമുളക്. നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം കേട്ടോ. പിന്നെ എടുത്ത് വെക്കുന്നത് കറിവേപ്പില. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ അരിഞ്ഞ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് പേസ്റ്റ് പോലെ അരയ്ക്കാൻ ഞാൻ എടുത്തത് തേങ്ങ നിങ്ങളുടെ ആളുകളുടെ അളവനുസരിച്ച് എടുക്കാം. ഞാനൊരു 6-7 സ്പൂൺ തേങ്ങ എടുത്തു. പിന്നെ ഞാൻ എടുത്തത് മഞ്ഞൾപ്പൊടി എടുത്തു. പിന്നെ 3 ചെറിയ ഉള്ളി എടുത്തു. 2 ചെറിയ വെളുത്തുള്ളി എടുത്തു. ജീരകം എടുത്തു. ഇത് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. അപ്പം അത് അരച്ചുകൊണ്ട് വന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഞാൻ ഒരു കടായി അടുപ്പിൽ വെച്ചു. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ട് കുറച്ച് ഉലുവ ഇട്ടു കേട്ടോ. കടുക് പൊട്ടട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഈ അരച്ചത് കാണിക്കാം. അത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല മിക്സി കഴിയുക വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് കുക്കിംഗ് ചെയ്യാം. ഇനി നമുക്ക് കടുകെല്ലാം പൊട്ടിയിട്ട് കറിവേപ്പില ഈ വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പഴുത്ത തക്കാളിയുടെ കറി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല കമൻസൊക്കെ ആയിരുന്നു. ഇതും അതുപോലെ ഇഷ്ടപ്പെടും. നമുക്ക് എപ്പോഴും ഈ മോരും സാമ്പാറും പോലുള്ള ഒഴിച്ചുകറി അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി കറികൾ വെക്കുമ്പം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമുക്ക് ഗുണമുള്ള കറികളും ഒക്കെയാണല്ലോ. ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ സവാള, തക്കാളിയേക്കാളും സവാളയ്ക്ക് ഇത് മൂത്ത് കൂടുന്നുണ്ട്. സവാളയും പച്ചമുളക് കൂടി ഇട്ടേക്കാം. കറിവേപ്പില ഇത് നല്ലതുപോലെ ഒന്ന് ഒത്തിരി വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരു 3/4 സ്പൂൺ തന്നെ അത്ര കഷ്ടിച്ചൊക്കെ വേണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടിയിട്ട് നമുക്ക് തക്കാളി ഇടാം. ഇപ്പം നമ്മുടെ സവാള ഒരുവിധം വാടി കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ തക്കാളി, പച്ചത്തക്കാളി ഇടുക. പച്ചത്തക്കാളി കറി അതിട്ട് പച്ചത്തക്കാളിക്ക് ഒത്തിരി വിഭവം ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഈ ചാനൽ ഇടുന്നുണ്ട്. പച്ചത്തക്കാളി തോരൻ, അതുപോലെ മീൻകറി ഒക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. പഴയ കാലങ്ങളിലൊക്കെ അമ്മമാരുടെയൊക്കെ ഓരോ കറിയാണ് പച്ചത്തക്കാളി. നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെയൊക്കെ പച്ചത്തക്കാളി അന്നത്തെ കാലത്തുണ്ടല്ലോ. അപ്പം ഇതുകൂടൊന്ന് ജസ്റ്റ് വാടിയിട്ട് നമുക്ക് ഈ മിക്സി കഴിയ വെള്ളമില്ലേ അത് ചേർത്തിട്ട് അരയ്ക്കണം. ഒന്ന് വേവിക്കണം കേട്ടോ. ഇതുണ്ട്. ഞാൻ ഉപ്പോട്ട് ഒഴിക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിനൊന്നും കണക്കില്ല. ചിലവർ ഉപ്പ് കൂടും. ഞാൻ ഉപ്പ് കല്ലാണ് ഇടുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഉപ്പായിരിക്കത്തില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ എരിവും. അപ്പോൾ അതുകൊണ്ട് ആ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണ്. അപ്പോൾ അവരവർക്ക് ആവശ്യമായ ഉപ്പും എരിവും ഒക്കെ ഉപയോഗിക്കുക. കണ്ടൻസ് മാത്രം നോക്കിയിട്ട് അളവുകളൊക്കെ അവരവർ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പം നമുക്ക് ഇതൊന്ന് വാടട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വാടി, ഉള്ളി വാടി കഴിഞ്ഞ് നമുക്കിനി എന്താ ചെയ്യണം, നമ്മൾ മിക്സി കഴിയ വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിക്കുക. അത് ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്നുകൂടെ വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അരപ്പൊഴിക്കാം. എന്ന് വെച്ചാൽ തേങ്ങ നല്ലതുപോലെ അരച്ചിട്ട് പിന്നെ അതിട്ട് തിളപ്പിക്കുന്ന സുഖമില്ല. അപ്പോൾ ഈ തക്കാളി വേവ നമ്മൾ വേറെ വെള്ളം ആടിയുണ്ട്. ഇതിനകത്ത് ആ കഴുകിയ വെള്ളത്തിനകത്ത് കണ്ടൻ്റൊക്കെ ഉണ്ട്. അപ്പം ഇതൊന്ന് വേവട്ടെ. ഓക്കെ, അടച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ വെന്ത് സൂപ്പറായി. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ നമുക്ക് ഇതിനോട് ഒഴിച്ചിട്ട് നോക്കണം. അപ്പം ഇതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. നമ്മൾ ഉപ്പൊക്കെ ഇട്ടായിരുന്നല്ലോ. അപ്പം ഞാനിനി നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം പറ്റി നല്ലതുപോലെ വെന്തു. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയാമോ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് പോലുള്ള അരപ്പില്ലേ ഇത് അങ്ങോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിളക്കിയാകാവൂ. ഒത്തിരി തിളപ്പിക്കണ്ട. ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. അപ്പം നിങ്ങൾക്ക് കറി കുറുകിയിരിക്കണമെങ്കിൽ ഇത് മതി.
അഥവാ ഇച്ചിരി വെള്ളം കൂടി വേണമെങ്കിൽ ചൂട് വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കാവൂ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. കണ്ടോ, നമ്മുടെ തക്കാളിക്കറി നമ്മുടെ തിള വന്നു. ഇത്രയും മതി, ഇതിൽ കൂടുതൽ തിളപ്പിക്കേണ്ട. ബാക്കിയെല്ലാം നമ്മൾ വെന്തെടുക്കാൻ ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി തക്കാളിക്കറി. ഇനി സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ തക്കാളിക്കറി ഇതാ സെർവ് ചെയ്തിരിക്കുന്നു. ഇത്ര മനോഹരമായ കറി, നല്ല ടേസ്റ്റ്, ആവശ്യത്തിന് പുളിയുണ്ട്, ഉപ്പുമുണ്ട്, എരിവുമുണ്ട്. എനിക്ക് ഇവിടെ കറക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടുതൽ കൂട്ടാം, പിന്നെ എരിവിന് വേണമെങ്കിൽ, പിന്നെ വെള്ളം കൂടണമെങ്കിൽ കൂട്ടാം, പിന്നെന്തുവാ. അപ്പോൾ എന്താ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി പുളി വേണമെങ്കിൽ ഇനി തക്കാളി കൂടുതലിടാം. ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. അപ്പം പഴുത്ത തക്കാളി പോലെ തന്നെ പച്ച തക്കാളി നല്ല ടേസ്റ്റാണ്. പഴയ അമ്മമാർക്കെല്ലാം അറിയാം പച്ച തക്കാളിയുടെ ഒത്തിരി കൂട്ടുകൾ അറിയാം. എൻ്റെ അമ്മയൊക്കെ തോരൻ വെക്കുമായിരുന്നു. അതുപോലെ തന്നെ മീൻ തോരനും മീൻ കറിയും ഒക്കെ വെക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് പുതിയ തലമുറയ്ക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. പിന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനും വാച്ച് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഓക്കെ, താങ്ക് യു.